നന്ദിയാലെന്നുള്ളം പൊങ്ങുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത്. എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ കൊടും പാപിയായിരുന്നെന്നെ വൻചേറ്റിൽ നിന്നും കായറ്റി ക്രിസ്തുവാക് പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെൻ്റെ നാവിൽ തന്നതാ. വംശോദനാവേളയിൽ തീച്ചോളയാതിൻ ചാര് തണഞ്ഞു രക്ഷിച്ച മമകാന്തനെ സ്നേഹമോർക്കുമ്പോൾ ഈ ലോകം തരാത്ത ശാന്തിയൻ ഹൃത്തെ നിറച്ച സ്നേഹമായി എന്നെന്നും കാത്തിടും എന്നെ നിത്യകാന്തയായതൻ കൂടെ വാഴുവാ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 106 സങ്കീർത്തനം 33 മുതലുള്ള ചില തിരുവചനങ്ങൾ. അവർ അവന്റെ മനസ്സിനെ കോപിപ്പിച്ചതുകൊണ്ട് അവൻ അധരങ്ങളാൽ അവിവേകം സംസാരിച്ചു പോയി. യഹോവ തങ്ങളോട് നശിപ്പിപ്പാൻ കൽപ്പിച്ചതുപോലെ അവർ ജാതികളെ നശിപ്പിച്ചില്ല. അവർ ജാതികളോട് ഇടകലർന്ന് അവരുടെ പ്രവൃത്തികളെ പഠിച്ചു, അവരുടെ വിഗ്രഹങ്ങളെയും സേവിച്ചു. അവ അവർക്കൊരു കണിയായി തീർന്നു. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ ഭൂതങ്ങൾക്ക് ബലി കഴിച്ചു. അവർ കുറ്റമില്ലാത്ത രക്തം, പുത്രന്മാരുടെ രക്തം തന്നെ ചൊരിഞ്ഞു. അവർ കനാന്യ വിഗ്രഹങ്ങൾക്ക് ബലി കഴിച്ചു. ദേശം രക്തപാതകം കൊണ്ട് അശുദ്ധമായി തീർന്നു. ഇങ്ങനെ അവർ തങ്ങളുടെ ക്രിയകളാൽ മലിനപ്പെട്ടു, തങ്ങളുടെ കർമ്മങ്ങളാൽ പരസംഗം ചെയ്തു. അതുകൊണ്ട് യഹോവയുടെ കോപം തന്റെ ജനത്തിന്റെ നേരെ ജ്വലിച്ചു. അവൻ തന്റെ അവകാശത്തെ വെറുത്തു. അവൻ അവരെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവരെ പകച്ചവർ അവരെ ഭരിച്ചു. അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി. അവർ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. പലപ്പോഴും അവൻ അവരെ വിടുവിച്ചു. എങ്കിലും അവർ തങ്ങളുടെ ആലോചനയാൽ അവനോട് മത്സരിച്ചു, തങ്ങളുടെ അകൃത്യ നിമിത്തം അധോഗതി പ്രാപിച്ചു. എന്നാൽ അവരുടെ നിലവിളി കേട്ടപ്പോൾ അവൻ അവരുടെ കഷ്ടതയെ കടാക്ഷിച്ചു. അവൻ അവർക്കായി തന്റെ നിയമത്തെ ഓർത്തു, തന്റെ മഹാദയപ്രകാരം അനുതപിച്ചു. അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവർക്കെല്ലാം അവരോട് കനിവ് തോന്നുമാറാക്കി. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാനും നിന്റെ സ്തുതിയിൽ പ്രശംസിപ്പാനും ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമേ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജനമെല്ലാം ആമേൻ എന്ന് പറയട്ടെ. യഹോവയെ സ്തുതിപ്പിൻ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചനത്തിൽ നിന്നും ചില ഭാഗങ്ങൾ കൂടെ ചിന്തിക്കാം. ദൈവവചനം പഠിക്കുക എന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും, ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ എന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:16 കാണുന്നു. പ്രിയരെ, ഒരു ദൈവ പൈതലിന്റെ മകൻ ചെറിയ ബാലനായിരുന്നപ്പോൾ സൺഡേ സ്കൂളിൽ ധാരാളം വാക്യങ്ങൾ പഠിച്ചു. എന്നാൽ ആത്മീയ സത്യങ്ങൾ ഒന്നും അറിയാത്തവനായി അവൻ വളർന്നു വന്നു. കൗമാരപ്രായത്തിൽ ഒരിക്കൽ അവൻ താങ്ങാനാവാത്ത മനോവേദനയാൽ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചു. ഒരു മരത്തിൽ കയറി കഴുത്തിൽ കുരുക്കിടുവാൻ ശ്രമിക്കുമ്പോൾ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന ഗലാത്യർ 3:13 വചനം സൺഡേ സ്കൂളിൽ പഠിച്ചത് പെട്ടെന്ന് അവന്റെ ഓർമ്മയിൽ വന്നു. ഒരു ശപിക്കപ്പെട്ട കാര്യമാണ് താൻ ചെയ്യാൻ പോകുന്നതെന്ന് അവന്റെ മനസ്സിൽ ഉദിച്ചപ്പോൾ അവൻ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി. അവന്റെ പാപങ്ങൾക്കായി മനസ്താപപ്പെട്ട് ജീവിതത്തെ കർത്താവിനായി സമർപ്പിച്ചു.
ഇപ്പോൾ അവൻ വളർന്ന് ഒരു സമർപ്പിക്കപ്പെട്ട ദൈവ പൈതലായി ജീവിക്കുന്നു. പ്രിയരെ, നാം ദൈവവചനം പഠിക്കുമ്പോൾ ആരംഭത്തിൽ അത് നമ്മിൽ യാതൊരു ആഴമായ നന്മയും ചെയ്യുകയില്ല. എന്നാൽ ദൈവവചനം തക്ക സമയത്ത് ജീവിതത്തിൽ പ്രവർത്തിക്കും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല എന്ന് മാർക്കോസ് 13:31 കാണുന്നു. ഹല്ലേലൂയ. ആകയാൽ ദൈവവചനം ധ്യാനിക്കുന്നതും മനപ്പാഠമാക്കുന്നതും നാം ഒരിക്കലും അവഗണിക്കരുത്. സ്തോത്രം. ദൈവവചനത്തിന്റെ മറ്റൊരു ഭാഗം നാം നോക്കുമ്പോൾ യേശു ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവിൻ എന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് റോമർ 8:29-30 വചനങ്ങളിൽ കാണുന്നു. ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിഞ്ഞിരിക്കുന്നു, മുൻ നിയമിച്ചിരിക്കുന്നു, വിളിച്ചിരിക്കുന്നു, നീതീകരിച്ചിരിക്കുന്നു, തേജസ്കരിക്കുന്നു. യേശുവിനോടൊപ്പം രണ്ടാം വരവിൽ തേജസ്കരിക്കപ്പെടുവാൻ കഴിയുക എന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. പുത്രനായ യേശുവിനോട് അനുരൂപപ്പെട്ടാലേ തേജസ്കരണം ലഭ്യമാകൂ. ദൈവം നമ്മെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പാപം ചെയ്തപ്പോൾ യേശുവിന്റെ സഖിത്വവും കൂട്ടായ്മയും ഛായയും നഷ്ടപ്പെട്ടു. ദൈവമക്കൾ എന്ന പദവി നഷ്ടപ്പെടുത്തി. ആ ഛായ തിരിച്ചു തരുവാൻ, ദൈവമക്കളായി നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവപുത്രൻ രാജകീയ പ്രതാപങ്ങൾ വെടിഞ്ഞ് ഭൂമിയിൽ ഇറങ്ങി. യേശു നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി, വിശുദ്ധ വംശമാക്കി. അതുകൊണ്ട് വിശുദ്ധ ജീവിതം അവസാനിക്കുന്നില്ല. നാം എപ്പോഴും യേശുവിനോട് അനുരൂപപ്പെടണം. യേശുവിനോട് അനുരൂപപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം? ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ച് അറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. റോമർ 12:2. ഒരു ദൈവ പൈതൽ രണ്ട് യജമാനന്മാരെ സേവിക്കരുത്. ലോകത്തെയും ലോകമോഹങ്ങളെയും സ്നേഹിക്കരുത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. 1 യോഹന്നാൻ 2:15-17 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിനോട് അനുരൂപപ്പെടണമെങ്കിൽ ഒരു വലിയ പ്രക്രിയയിൽ കൂടി ജീവിതം കടന്നു പോകണം. ഫാക്ടറികളിൽ ഒരു ഉൽപ്പന്നം മേൽത്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ അവ ഒരു വലിയ പ്രോസസ്സിലൂടെ കടന്നു പോകണം. ആദ്യം കുറെ മെറ്റീരിയൽസ് ഇടുന്നു. അവ പലതരത്തിലും പ്രോസസ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് നല്ല ഉൽപ്പന്നങ്ങൾ പുറത്തു വരുന്നത്. അത് പോകുന്ന ട്രാക്കിൽ നിന്ന് പുറത്തു ചാടിയാൽ അത് നല്ല ഉൽപ്പന്നം ആകയില്ല. ഒരു ദൈവ പൈതൽ നേർവഴി വിട്ട് ഓടിപ്പോകരുത്. കഠിനമാകുന്ന പ്രോസസ്സിൽ നിന്ന് മാറിയാൽ ഒരു നല്ല ദൈവ പൈതൽ ആകയില്ല. നാം തള്ളപ്പെടുവാൻ സാധ്യതയുണ്ട്. ലോകത്തിന്റെ ഇഷ്ടങ്ങളെ കൈവിടിഞ്ഞാലേ ദൈവത്തിന് അനുരൂപരായി നിൽക്കുവാൻ പറ്റുകയുള്ളൂ. നാം ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ജീവിതം. മനുഷ്യരുടെ കരങ്ങൾക്ക് നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. പണത്തിനും സമ്പത്തിനും പ്രശസ്തിക്കും കുടുംബ മഹിമകൾക്കും പാരമ്പര്യത്തിനും നമ്മെ രക്ഷിക്കുവാൻ കഴിയാത്ത സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ നാം ദൈവത്തിന്റെ കരങ്ങളിലാണെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല. കാരണം നമ്മെ തൊടുന്നവൻ ദൈവത്തിന്റെ കൃഷ്ണമണിയെ തൊടുന്നു എന്നാണ് വചനം പറയുന്നത്. ദൈവത്തിന്റെ കയ്യിൽ നിന്നും നമ്മെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ക്രിസ്തുവിനോട് അനുരൂപരായി ജീവിക്കുമ്പോൾ യേശുവിന്റെ കരങ്ങളിലെ നല്ല വിത്തായി നാം മാറും. സാത്താൻ അവിടെ കള വിതപ്പാൻ കഴിയുകയില്ല. യേശു എവിടെയാണ് ഈ വിത്ത് പാകിയത് അവിടെ
ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു വലിയ പദ്ധതി ഉണ്ട്. നീ വിദേശത്ത് നഷ്ടപ്പെട്ടുവോ? അവിടെ ദൈവം ഒരു വലിയ ശുശ്രൂഷ ഒരുക്കിയിട്ടുണ്ട്. നമ്മെ ഏത് സാഹചര്യത്തിൽ നിർത്തിയാലും അതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഏത് സാഹചര്യത്തിൽ ആണെങ്കിലും ദൈവത്തിന് അനുരൂപരായി വളരുക. അപ്പോൾ നാം നീതീകരിക്കപ്പെടുകയും തേജസ്കരിക്കപ്പെടുകയും ചെയ്യും. ലോകത്തിന്റെ പാപം പറ്റാതെ യേശുവിനോട് അനുരൂപരായി വളരാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന്, അതിനായി പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഞങ്ങളെ നിയന്ത്രിച്ച് നടത്തണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ഐസിന്റെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥാ, ഞങ്ങളെപ്പോലെ കഴിഞ്ഞ രാത്രികാലം ഉറങ്ങാൻ കിടന്ന എത്രയോ പേർക്ക് ഈ പകൽക്കാലം കാണാൻ കഴിയാതെ പലവിധ ആപത്തുകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ വഴി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തതിനായി, പരിപാലിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം. കർത്താവേ, എല്ലാവർക്കും ശാന്തതയും സമാധാനവും സ്വസ്ഥതയും സൗഖ്യവും നൽകി നിത്യജീവന്റെ വഴിയിലേക്ക് തിരിയുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് സഹായിക്കണം നാഥാ. കർത്താവേ, ഏതെല്ലാം വിഷയത്തിൽ ഭാരത്തോടെ ആയിരിക്കുന്നു, നിങ്ങൾക്ക് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ യേശുവിൻ്റെ അരികിൽ കൊണ്ടുവരുവാൻ അരുളി ചെയ്ത കർത്താവേ, യേശുവിൻ്റെ അരികിൽ സ്തോത്രത്തോടുകൂടെ ഞങ്ങളുടെ വിഷയങ്ങൾ ഏൽപ്പിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ കർത്താവ് നിറയ്ക്കുമല്ലോ നാഥ. സ്തോത്രം നാഥ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. തുടർന്നും ദൈവസാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ അങ്ങ് സഹായിക്കണം അപ്പ. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, ദാസ്യമാർ, ദൈവ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കഷ്ടതകളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ഹല്ലേലൂയ, സുവിശേഷ വിരോധികൾ നിമിത്തമുള്ള കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കൾക്കും ഈ പ്രതികൂല ഘട്ടം തരണം ചെയ്യുവാൻ ആവശ്യമായ ദൈവകൃപ അങ്ങ് പകരണം കർത്താവേ. ഇസ്രായേൽ മക്കളെ മിസ്രൈമ്യർ അടിമകളാക്കി എത്രത്തോളം ഒതുക്കുവാൻ ശ്രമിച്ചോ അത്രത്തോളം ഇരട്ടിയായി അവർ വർദ്ധിച്ചു പെരുകി എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ എവിടെ പ്രതികൂലങ്ങളുണ്ടോ അവിടെ വലിയ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടെന്ന് അറിയുന്നു. അവിടെ നിന്ന് അനേകർ ഹല്ലേലൂയ അമ്മേ നിത്യജീവന്റെ വഴിയിലേക്ക്, ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനായി തിരിയുന്നു എന്ന് അറിയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ പരീക്ഷാഘട്ടങ്ങൾ തരണം ചെയ്യുവാനുള്ള ദൈവകൃപാങ്ങ് പകരണമേ. പുത്തൻ അഭിഷേകത്താൽ, പുതിയ എണ്ണയാൽ, പുതിയ കൃപകളാൽ, പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാൽ ദൈവമക്കളായിരിക്കുന്ന സകലരെ നിയന്ത്രിക്കണമേ, നടത്തണം അപ്പാ. ഒരു കാലത്ത് ദൈവത്തെ ആരാധിച്ചിട്ട് പിന്മാറ്റ അവസ്ഥയിൽ ദൈവമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അനേകരുണ്ടല്ലോ കർത്താവേ. അവർ ആഗ്രഹിച്ച സമയത്ത് അവർ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഇങ്ങനെ ഒരു ദൈവം ഇല്ല എന്ന് പറഞ്ഞ് ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ഹല്ലേലൂയ. മ്ലേച്ഛകരമായ പാപ പ്രവൃത്തികൾ ചെയ്ത് പിശാചിന് ഇടം കൊടുത്ത് പിശാചിന്റെ ഒരു ജോലിക്കാരനായി മാറുന്ന മനുഷ്യർക്ക് കർത്താവേ അപ്പാ, ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യർക്ക് മാനസാന്തരപ്പെടുവാൻ അവസരമുണ്ടല്ലോ അപ്പാ. ഒരു മാനസാന്തരത്തിനുള്ള ഒരു അവസരം നൽകണം കർത്താവേ. ഏത് പാപിയും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം പഠിക്കുമ്പോൾ നിന്റെ പാപം എത്ര കടുചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് അരുളി ചെയ്ത ആ യേശുവിന്റെ രക്തത്താലും വചനത്താലും കഴുകി ശുദ്ധീകരിച്ച് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുമല്ലോ നാഥ. അപ്രകാരം പിന്മാറ്റക്കാർക്ക് ഒരു പാപബോധം നൽകണപ്പാ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം പഠിപ്പിക്കുന്നത് പോലെ നാഥ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ആദ്യ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണ പിന്മാറ്റക്കാർക്ക് ഒരവസരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ദൈവത്തെ പിരിഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ അപ്പാ. അങ്ങയോട് പറ്റിച്ചേർന്നായിരിക്കാൻ 91-ാം സങ്കീർത്തനം പഠിക്കുന്നത് പോലെ അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തുമെന്ന വചനം പോലെ ഞങ്ങൾ അങ്ങയോട് പറ്റിച്ചേർന്ന് ദിനംതോറും ആയിരിക്കാൻ അങ്ങ് സഹായിക്കണമേ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ നാഥ, ഞങ്ങൾ ദൈവത്തോട് കൂടെ അങ്ങയുടെ മാറിൽ ചാരി ദിനവും മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം.
ലോകമോഹങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് കർത്താവ് ദിനംതോറും ശുദ്ധീകരണത്തോടു കൂടെ ദൈവത്തോട് അടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം അപ്പാ. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നല്ലോ. ദൈവ ഇഷ്ടം ചെയ്യുന്നവന് നേക്ക് നിലനിൽക്കുന്നു എന്ന വചനം പോലെ ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. ഞങ്ങളുടെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, ഞങ്ങൾക്കൊരു ദിവസം കൂടി ഈ ഭൂമിയിൽ ദാനമായി തന്നത്, ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് കർത്താവ് എന്താഗ്രഹിക്കുന്നു അതിന് പ്രകാരം ദൈവ ഇഷ്ടം മാത്രം ചെയ്ത് മുന്നോട്ട് പോകാൻ അങ്ങ് സഹായിക്കണം. ഞങ്ങൾ മുഖാന്തരാരെല്ലാം യേശു മാത്രം രക്ഷകനെന്ന് അറിയുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. അവരോടെല്ലാം യേശുവിൻ്റെ മക സ്നേഹത്തെ പങ്കുവയ്ക്കുന്നവരായി തീരുവാൻ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളും ഉപകാരങ്ങളും സൗഖ്യങ്ങളും സമാധാനങ്ങളും നാശകരമായ കുഴിയിൽ കുഴഞ്ഞ ചേറ്റിലെ കിടന്ന അടിയങ്ങളെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടുപ്പിച്ച് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കുന്നവരായി തീരുവാൻ, അത്ഭുത സാക്ഷ്യങ്ങൾ പറയുന്നവരായി തീരുവാൻ ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. അനുഗ്രഹിക്കും ആനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ്, ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. അനുഗ്രഹിക്കും ആനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.